സിദ്ദിഖ് സാറുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. സിദ്ദിഖ് സാർ കേട്ടോ, ഡയറക്ടർ സിദ്ദിഖ് സാർ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് സിദ്ദിഖ് സാറായിട്ട് തന്നെയാണ്. അതെ അതെ, സൈഡിൽ വന്നിരുന്ന സിമിലാരിറ്റി അതെനിക്ക് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. എന്റെ അമ്മ, വേറെ ആരുമായിട്ട് വളർന്നു കേട്ടോ ചേട്ടാ. കുറച്ചു കാലം മുന്നേ ചേട്ടന്റെ ഇന്റർവ്യൂ ഇങ്ങനെ തന്നെയായിരുന്നു. ശരിക്കും ആദിശങ്കറിന്റെ ലൈഫില് സിദ്ദിഖ് സാർ ഉണ്ടല്ലോ, അതാണ് എന്റെ ലൈഫില് ജിസ് ജോയ്. അത് ഞാൻ എന്റെ പല സിനിമകളുടെയും ഞാൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിന് ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് കൊണ്ടിട്ട് ജിസിന്റെ അടുത്ത് ചില സിനിമകളുടെ ഞാൻ കൊടുക്കും. എന്നിട്ട് അളിയാ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ്, അളിനൊന്ന് വായിച്ചു നോക്കുമെന്ന് വയ്ക്കും. അപ്പം ചില ദിവസങ്ങളിൽ അത് കൊടുത്ത് അന്ന് രാത്രി തന്നെ കോള് വരും. ചില ദിവസങ്ങളിൽ ഒരു ദിവസം 2 ദിവസം കഴിയും, അളിയാ ഞാനൊരു ഷൂട്ടിന്റെ തിരക്കില്ല, ഞാൻ തിരിച്ചു വിളിക്കാം. ആദ്യമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു, പിന്നെ എനിക്ക് അറിയാം എന്തുകൊണ്ടാണ്. പക്ഷെ എനിക്ക് അതിനകത്തൊരു അത്ഭുതമായിട്ട് തോന്നിയ കാര്യം എന്താണെന്നറിയോ, ഏത് സിനിമയ്ക്കാണ് ആദ്യമായിട്ട് വിളിച്ചതെന്നാണ്. അല്ല ആ കോള് വരും, അപ്പൊ എടുക്കുന്നു. ഇഷ്ടമുള്ളവരുടെ കോളൊക്കെ എടുക്കും. അത് ശരി, നമ്പറൊക്കെ നോക്കിയിട്ട് വേണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ടൊക്കെയാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കും കോള് വരുമ്പോ ഇത് ഇഷ്ടമുള്ളവരാണോ. ഇന്നലെ വരെ ഭാര്യ പറഞ്ഞിട്ടും ചെയ്യാൻ മറന്നുപോയ ഒരു കാര്യം എന്താണ്? ഇന്നലെ വരെ ഭാര്യ പറഞ്ഞു ഓർപ്പിക്കും, പക്ഷെ ചെയ്യാൻ മറന്നു പോകുന്ന ഒരു കാര്യം. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഒരെണ്ണം പറഞ്ഞാൽ മതി, ഇഷ്ടംപോലെ എണ്ണം. അടുക്കള രഹസ്യമാണ്, അതവിടെ ഇരിക്കട്ടെ. അല്ല, ഭാര്യ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ എല്ലാരും പറയാറില്ല, ഫോൺ എടുക്കണം, ആൾക്കാർ വിളിക്കുമ്പോൾ ആൾക്കാരോട് മര്യാദയ്ക്ക് പെരുമാറണം, ആവശ്യമില്ലാതെ ആരും കളിയാക്കരുത്. ശരി കേട്ടോ. അത് ഇനി ഇന്നലെ വരെ നല്ല നാളെ വരെ മറ്റന്നാൾ വരെ എന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ശരി പെപ്പേ, ഇന്നലെ വരെ ഓർത്തായിരുന്നോ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കേണ്ടി വരുമെന്ന്? ഇന്നലെ വരെ വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഓർത്തു, വന്നിട്ടില്ല. പക്ഷെ ഇന്ന് എന്റെ ഒരു ഇന്റർവ്യൂ വന്നിരുന്നു. വന്നിരുന്നു, പെട്ടു. പക്ഷെ പെട്ടുപോയാൽ എന്തായാലും അവിടെ ഇരുന്നില്ലേ? ആ വലിയ മനസ്സിനെ ഞാൻ നമിക്കുന്നു. കണ്ണൂര് ആയിരുന്നു ഷൂട്ട്. കണ്ണൂരിന്നും പോണോ അല്ലേ? തളിപ്പറമ്പ്. അവിടെ ഇന്ന് നമ്മുടെ പരിപാടിക്ക് വേണ്ടി അല്ലല്ല, അത് ഷൂട്ട് കഴിഞ്ഞായിരുന്നപ്പോഴേക്കും പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് സാർ ഇന്ന് സിംഗപ്പൂർ പോവാൻ ടിക്കറ്റ് പറഞ്ഞ്, പക്ഷെ അങ്ങനെ വന്നില്ലെങ്കിൽ പെപ്പെ ഈ സിനിമയെ കാണിക്കണമെന്നല്ല, ഞാൻ ശരിക്കും ഇടിക്കും. പിന്നെ തമാശ പറഞ്ഞല്ലേ. എന്തെങ്കിലും എനിക്കൊരു മസാല തരുമോ? നിങ്ങൾ മസാല ദോശ മതിയാ? ഞാൻ എന്താ അറിയോ, ഞാൻ ഞാനാണ് ഏറ്റവും വലിയ ചളിയത്. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നിങ്ങളെ കാണുമ്പോഴാണ് മനസ്സിലാവണം ഞാനൊക്കെ എത്ര. അത് നമ്മളുണ്ടല്ലോ, ചില ആളുകളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് മാറണം. ഓക്കെ ചേട്ടാ, ഡയറക്ടറോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അടുത്തത്. ഇന്നലെ വരെ സിനിമ സോണി ലെവൽ കണ്ട